ഇതാദ്യമായല്ല സംഘപരിവാറിന്റെ നയം വി.ഡി. സതീശൻ നടപ്പാക്കുന്നുവെന്ന പ്രതിപക്ഷാരോപണം ഉയരുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ചില സംഭവങ്ങൾ പരിശോധിക്കാം. സംഘപരിവാറിന് വേണ്ടി സതീശൻ സർക്കാർ നയം നടപ്പിലാക്കുകയാണോ? മെയ് 18, 2026 വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചുകൊണ്ടായിരുന്നു തുടക്കം. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല എന്ന കോൺഗ്രസിന്റെ 1937 പ്രമേയമുണ്ട്. കാരണം വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മതേതരത്വത്തോട് കണ്ണിചേരുന്നതല്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ നയം. അതുതന്നെയാണ് ഏറെക്കാലമായി നമ്മൾ പിന്തുടർന്നു പോകുന്നതും. എന്നാൽ വി.ഡി. സതീശൻ സർക്കാർ, UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ദിനം തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. ഇത് തനിക്കറിയില്ലായിരുന്നുവെന്ന് വി.ഡി. സതീശൻ പറയുമ്പോഴും ഒരു ഡിസന്റ് നോട്ട്, ഒരു വിയോജനക്കുറിപ്പ് രാജ്ഭവന് കൈമാറാൻ പോലും വി.ഡി. സതീശൻ സർക്കാർ തയ്യാറായില്ല. അടുത്ത സംഭവം മെയ് 29, 2026 വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഒരു വരി പോലും വിമർശനമില്ല. ഇനി മൂന്നാമത്തെ സന്ദർഭം ജൂൺ മാസം 1 തീയതി 2026 MG സർവകലാശാല VC-ആയി സംഘപരിവാർ അനുഭാവി D. മാവൂദിനെ ഗവർണർ നിയമിക്കുന്നു. ഒരു വാക്കുപോലും ഈ നിയമനത്തെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രതികരിക്കുന്നില്ല. ഏറ്റുമുട്ടലിനില്ല എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. നാലാമത്തത് ജൂൺ മാസം 6 തീയതി 2026 MG സർവകലാശാല സെനറ്റിലേക്കും സംഘപരിവാർ പശ്ചാത്തലമുള്ള 19 പേരെ ഗവർണർ നിയമിച്ചു. ആ സമയത്തും ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ സർക്കാർ കീഴടങ്ങി. അഞ്ചാമത്തെ സന്ദർഭം ജൂലൈ 1, 2026 സംഘപരിവാർ ബന്ധമുണ്ടെന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം തള്ളി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥനെ നിയമിച്ചു. സാഹചര്യം 6 ജൂലൈ 11, 2026 സംഘപരിവാർ ബന്ധമുള്ള DS ശരത്തിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി KSUവും ലോയേഴ്സ് കോൺഗ്രസും രംഗത്തു വന്നു. തീരുമാനം പിൻവലിച്ചില്ല. എട്ടാമത്തെ സാഹചര്യം ജൂലൈ 14, 2026 RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തു. വിമർശിച്ചെങ്കിലും ഒരു നടപടിയും സർക്കാർ എടുത്തില്ല. എട്ടാമത്തെ സന്ദർഭം ജൂലൈ 21, 2026 പാറ്റ സമരത്തിന് CJPയുടെ സമരത്തിന് പിന്തുണയുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമരം അവസാനിക്കുന്നതിന് മുൻപ് മടങ്ങി ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുത്തതാണ് എന്ന വിശദീകരണവും നൽകി. കോണ്ടെക്സ്റ്റ് 9 ജൂലൈ 22, 2026 വഖഫ് ബോർഡ് കേന്ദ്ര നിയമപ്രകാരം പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ കോടതിയിൽ സമ്മതമറിയിച്ചു. കേന്ദ്രത്തിന്റെ താൽപര്യപ്രകാരം. സന്ദർഭം 10 ജൂലൈ 30, 2026 PMCയുമായി മുന്നോട്ടു പോകുമെന്ന് UDF കൺവീനർ. വിവാദമായതോടെ ഒടുവിൽ മലക്കമറിഞ്ഞു. ഇപ്പോഴും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. സന്ദർഭം 11 ഓഗസ്റ്റ് 8, 2026 മഞ്ചേശ്വരം സ്കൂൾ ക്യൂസിൽ വി.ഡി. സവർക്കറെ പുകഴ്ത്തി ചോദ്യാവലി. സന്ദർഭം 12 ഓഗസ്റ്റ് 8, 2026 സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പൂർണ്ണമായും നടപ്പാക്കണമെന്ന് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. 82 ദിവസങ്ങളിൽ 12ഓളം നീക്കങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംഘപരിവാർ താൽപര്യത്തിന് അനുകൂലമായി ഉണ്ടായത് എന്നാണ് വിമർശനം.